ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം വേഗത്തിൽ ഉയരുന്നത് കണ്ട് ഹാപ്പിയാകുന്ന ഡാഹിയെ കാണിച്ചുകൊണ്ടാണ് ടു ദ മൂണിന്റെ 8ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ലഞ്ചിനിടയിൽ ഡാഹി തന്റെ സുഹൃത്തുക്കളോട് അമ്മയുടെ 60ാം പിറന്നാൾ അടുത്തു വരികയാണെന്നും അതിനായി ഒരു സർപ്രൈസ് പാർട്ടിയും ജെജുവിലേക്കൊരു യാത്രയും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. മുൻ എപ്പിസോഡിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് പിന്നീട് കാണിക്കുന്നത്. യുൻസാങ് തന്റെ മുൻ ഭർത്താവിനോട് വഴക്കിടുമ്പോൾ അവളോട് സഹായത്തിനായി ഡാഹിയും ജിസോങ്ങും എത്തുന്നു. മകളുടെ സാധനങ്ങൾ വരെ എടുത്തു വിൽക്കാൻ തുടങ്ങിയോ എന്ന് പറയുമ്പോൾ യുങ്സാങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അങ്ങോട്ട് വരുന്ന ജിസോങ് ഇത് യുങ്സാങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് അയാളോട് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. പ്രസന്റിൽ അവർ രണ്ടുപേരും ഇപ്പോഴും മെസ്സേജ് അയച്ച് വഴക്കിടുകയാണ്. അതിനിടെ ഡാഹിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. അത് അവളുടെ അച്ഛൻ ജങ് യോങ് ജിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. അദ്ദേഹം മദ്യപിച്ച് കിടക്കുന്നത് കണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നും വിളിച്ചു കൊണ്ടുപോകാനും പറഞ്ഞായിരുന്നു ആ ഫോൺ കോൾ. ഡാഹി ആദ്യം നിഷേധിക്കുന്നുവെങ്കിലും പിന്നീട് അച്ഛനെ പുറത്തിറക്കുന്നു. എന്നാൽ താൻ മറ്റൊരു ബിസിനസ് ഐഡിയയുമായാണ് വന്നിരിക്കുന്നത്, അതും ക്രിപ്റ്റോ മൈനിങ് എന്ന് ഡാഹിയോട് പറയുകയാണ് അച്ഛൻ. പക്ഷെ ഇനിയും അച്ഛനുമായി ഒരു ബന്ധത്തിനും അവൾക്ക് താല്പര്യമില്ല. ഒരിക്കൽ അമ്മയെയും അവളെയും കടത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് പോയ ആളാണ്. ഡാഹി അച്ഛനെ കണ്ടതും നടന്ന സംഭവങ്ങളും അമ്മയിൽ നിന്ന് മറച്ചു വെക്കുന്നു. അമ്മയുടെ പിറന്നാൾ എങ്ങനെ ആഘോഷിക്കാം എന്നതിലാണ് അവളുടെ മുഴുവൻ ശ്രദ്ധയും. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി നല്ല രീതിയിൽ ആരംഭിക്കുമ്പോൾ അച്ഛൻ യോങ് ജിക്കിന്റെ അപ്രതീക്ഷിത വരവോടെ എല്ലാം തകരുകയാണ്. അച്ഛൻ അമ്മയെ കണ്ട് ക്ഷമ ചോദിച്ചു. ഞാൻ പുതിയ ബിസിനസ് ഐഡിയയുമായാണ് വന്നിരിക്കുന്നത്, അതും ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. വീണ്ടും ഓരോ ഐഡിയയുമായി വന്നേക്കുന്നു എന്ന് അമ്മ പറയുമ്പോൾ ഡാഹി ക്രിപ്റ്റോയിൽ നിക്ഷേപിക്കുന്നുണ്ടെന്ന് അച്ഛൻ അമ്മയോട് വെളിപ്പെടുത്തുന്നു. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. ഡാഹി തൻ്റെ അച്ഛനെ പോലെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള വഴി കണ്ടെത്തിയെന്ന് കരുതി അവൾ അവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോകുന്നു. എന്തായാലും ബർത്ത്ഡേ പാർട്ടി കുളമായിട്ടുണ്ട്. വെയ് അവളെ കാണാൻ വരികയാണെന്നും അവൻ്റെ മാതാപിതാക്കൾ ബിസിനസ് യാത്രയുമായി ഇങ്ങോട്ട് വരുന്നതിനാൽ അവൻ കൂടെ വരുന്നുണ്ടെന്നും ജോലി സ്ഥലത്ത് തൻ്റെ സഹപ്രവർത്തകരോട് പറയുകയാണ് ജിസോങ്. എന്നാൽ ഇത് കേൾക്കുന്ന സുജിൻ അവർ ചിലപ്പോൾ കല്യാണത്തെപ്പറ്റി സംസാരിക്കാൻ വരുന്നതായിരിക്കുമെന്നും നിനക്ക് ചൈനീസ് ഭാഷ അറിയാതെ നീ ഇനി എങ്ങനെ അവരോട് സംസാരിക്കുമെന്നും ചോദിക്കുന്നു. സത്യത്തിൽ അവർ കാര്യമായി പറഞ്ഞതാണോ അതോ അവളെ കളിയാക്കിയതാണോ ആവോ? എന്നാൽ ഇതൊക്കെ കേട്ടിരുന്ന ചോയ്ക്ക് ഇതൊന്നും സഹിക്കുന്നില്ല. കാരണം അവന് ജിസോങ്ങിനെ അത്രയും ഇഷ്ടമാണ്. അതേസമയം ജിസോങ്ങിൻ്റെ അച്ഛൻ അമ്മയുടെ ഒപ്പം ആശുപത്രിയിലാണ്. മനസ്സിലായില്ലേ? യുങ്സാങ്ങിൻ്റെ എക്സ് ഹസ്ബൻഡ്. അവൻ്റെ അമ്മയ്ക്ക് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പേരക്കുട്ടിയായ ജിസോങ്ങിനെയും യുങ്സാങ്ങിനെയും കാണണമെന്ന് പറയുന്നു. ഉടൻ തന്നെ അവൻ യുങ്സാങ്ങിനോട് ഫോൺ വഴി അമ്മയോടൊന്ന് സംസാരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ വീടിൻ്റെ മുന്നിൽ വന്ന് സമരമിരിക്കുകയാണ് ഡാഹിയുടെ അച്ഛൻ. അച്ഛനെ അമ്മ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങളുടെ പോലെ അവളും തെറ്റായ വഴിയിലേക്ക് പോയെന്നും നിങ്ങളെ കണ്ടു പഠിച്ചതുകൊണ്ടാണെന്നും അമ്മ പറയുമ്പോൾ ഡാഹി അമ്മയെപ്പോലെ ആണെന്ന് പറയുകയാണ് അച്ഛൻ. കാരണം താൻ പോയ ശേഷം 3 വർഷം മുഴുവൻ അവൾ വോയിസ് മെസ്സേജുകളിൽ എന്നെ വിളിച്ച് ശപിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുകയാണ് അച്ഛൻ. എന്നാൽ അമ്മ ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും അവിടെ നിന്ന് അച്ഛൻ നേരെ ചെല്ലുന്നത് ഡാഹിയുടെ ഓഫീസിലേക്കാണ്. ഇവിടെ ഓഫീസിൽ അച്ഛൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് സഹപ്രവർത്തകർക്ക് നൽകുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി. അതൊന്നും മിണ്ടാതെ നോക്കിയിരിക്കുന്ന നേരം നിന്റെ ഒരു റിലേറ്റീവ് ആരോ താഴെ വന്നിട്ടുണ്ടെന്ന് ഡാഹിയോട് ഒരു സ്റ്റാഫ് വന്ന് പറയുന്നു. ഓടി ചെല്ലുമ്പോൾ അത് അച്ഛനായിരുന്നു. അവളെ വിളിച്ചെങ്കിലും കോൾ എടുക്കാത്തതിനാൽ നേരിട്ട് ക്യാഷ് ചോദിക്കാൻ വന്നതാണ്. വേറെ ഒന്നിനുമല്ല, ക്രിപ്റ്റോയിൽ നിക്ഷേപിക്കാൻ തന്നെ. മറ്റു കുട്ടികളെ പോലെ ഞാൻ അച്ഛനോട് ഇതുവരെ മിഠായികളോ മറ്റു സാധനങ്ങളോ ചോദിച്ചിട്ടില്ല. ഒന്നിനും വാശി പിടിച്ചിട്ടുമില്ല. എനിക്കും അമ്മയ്ക്കും എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കാരണമുണ്ടായി. ഇനിയും അനാവശ്യമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നതും അച്ഛൻ തളർന്നു വീഴുകയാണ്. ബോധം പോയ അച്ഛനെ ആദ്യം വന്ന് നോക്കുന്നത് ഓഫീസിലേക്ക് വന്നിരുന്ന ജിയു ആണ്. നീ എന്താണ് അയാളെ ചെയ്തതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഡാഹി അച്ഛന് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. ജിയു അവളോടൊപ്പം എല്ലാം നേരിടാൻ തയ്യാറായി തന്നെ കൂടെയുണ്ട്. എന്നാൽ തൻ്റെ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളാണെന്നും മറ്റൊരാളെയും അതിൽ വലിച്ചിഴക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അവൾ ജിയുവിൻ്റെ കൈവിട്ട് അവിടെ നിന്നും നടന്നു പോകുന്നു. ജോലിക്കിടയിൽ ചോയ് ജിസോങ്ങിനോട് സംസാരിക്കുമ്പോൾ അവൾ വെയിലിനുമായി വിവാഹം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. കല്യാണത്തെക്കുറിച്ചുള്ള അവൻ്റെ ചോദ്യങ്ങൾ നീണ്ടുപോകുമ്പോൾ ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ച് അവൾ അവളുടെ പാട്ടിന് പോകുകയാണ്.
ഡാഹി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. ആശുപത്രിയിലേക്ക് എത്തിയ അമ്മ അച്ഛന് ക്യാൻസർ ആണെന്നറിഞ്ഞ് തൻ്റെ നിക്ഷേപം അച്ഛൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കാമെന്ന് ഡാഹിയോട് പറയുന്നു. എന്നാൽ അവൾ അതിന് സമ്മതിക്കുന്നില്ല. അമ്മ എല്ലാം മറന്നോ? ഇത്രയൊക്കെ നമ്മളോട് ചെയ്തിട്ട് അമ്മ എന്തിനാണ് വീണ്ടും അച്ഛനെ സംരക്ഷിക്കുന്നതെന്നും നമുക്ക് ഇവിടെ നിന്നും പോകാമെന്നും പറയുന്നു. എന്നാൽ അമ്മ അവളോട് കേണപേക്ഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. ഡാഹിക്ക് മികച്ച കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും അമ്മ അവളോട് ഈ വർഷം കോളേജിലേക്ക് പോകണ്ട എന്ന് പറയുകയാണ്. കാരണം പണമില്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ അവൾക്ക് പഠിക്കാൻ അത്രയും ഇഷ്ടമായതുകൊണ്ട് വായ്പാ ഏജന്റിന്റെ ഓഫീസിലേക്ക് ക്ലീനിങ് ജോലിക്ക് പോവുകയാണ് ഡാഹി. ഒരിക്കൽ ഓഫീസിലുള്ളവർ പുറത്തു പോയ സമയം വരുന്ന ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഡാഹിയാണ്. തൻ്റെ മകൾക്ക് കോളേജിൽ ചേരാൻ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡാഹിയുടെ അമ്മ തന്നെയായിരുന്നു അത്. അമ്മയുടെ ശബ്ദം കേട്ട് അവൾക്ക് സങ്കടം വരുന്നുണ്ട്. വായ്പ തരണമെന്നും സെക്യൂരിറ്റി വെക്കാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്നും ആകെ ഉള്ളത് നല്ല കരളും വൃക്കയുമാണെന്ന് അമ്മ പറയുമ്പോൾ അവൾ കരയുകയാണ്. വീട്ടിൽ തിരിച്ചെത്തുന്ന ഡാഹി അമ്മയോട് താൻ പ്രവേശന പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് കള്ളം പറയുന്നു. അതിനാൽ സ്കോളർഷിപ്പുള്ള മറ്റൊരു കോളേജിൽ പോകാമെന്ന് പറയുകയാണ് അവൾ. സങ്കടങ്ങളെല്ലാം സുഹൃത്തുക്കളോട് പറയുകയാണ് ഡാഹി. അച്ഛൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മ എങ്ങനെയാണ് വീണ്ടും ക്ഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മമാർക്ക് അതിന് സാധിക്കുമെന്ന് പറയുകയാണ് യുങ്സാങ്. തുടർന്ന് അന്ന് വിളിച്ചതുകൊണ്ട് തന്നെ യുങ്സാങ് മുൻ ഭർത്താവിൻ്റെ അമ്മയെ ആശുപത്രിയിൽ കാണാൻ പോകുന്നു. അവർ ഇപ്പോഴും വിവാഹിതരാണെന്ന് നടിച്ചു. പേരക്കുട്ടിയായി ജിസാങ് സ്കൂൾ ക്യാമ്പിലാണെന്ന് അവർ കള്ളം പറയുന്നു. ആ രാത്രിയിൽ അമ്മയെ എവിടെയും കാണാനാകാതെ ഡാഹി പേടിക്കുകയാണ്. ഒടുവിൽ അവൾ ഡ്രൈവറായി വർക്ക് ചെയ്യുന്ന ബസ്സിനുള്ളിൽ ഇരിക്കുന്നതായി കാണുന്നു. അമ്മയെയും കൊണ്ട് ജെജുവിൽ പോകാനിരുന്ന പണം അച്ഛൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുമെന്ന് ഡാഹി അമ്മയോട് പറഞ്ഞ് ഇനി സങ്കടപ്പെടരുതെന്ന് പറയുന്നു. അമ്മയെ കണ്ട സമാധാനത്തിൽ അവൾ നേരെ പോകുന്നത് ജിയുവിൻ്റെ അടുത്തേക്കാണ്. നേരത്തെ അവനോട് അവൾ സങ്കടത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. കുറച്ച് പിണക്കത്തിന് ശേഷം അവരുടെ മനോഹരമായ ഇണക്കത്തിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.